ഗോവിന്ദച്ചാമി ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുമാണ് ഇയാളെ വിയ്യൂരിലേക്ക് കൊണ്ടുവന്നത്. കണ്ണൂരിൽ കഴിഞ്ഞതുപോലെ ആയിരിക്കില്ല. കാരണം അതിനേക്കാൾ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു ജയിലാണ് തൃശ്ശൂർ വിയ്യൂരിലെ അതിസുരക്ഷാ ജയില്. അവിടേക്ക് ആളുകൾക്കുള്ള പ്രവേശനം പോലും കർശനമായ നിയന്ത്രണങ്ങളോട് കൂടിയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് അവിടേക്കുള്ള വഴിയാണ്. അതായത് ഈ പ്രധാന കവാടം കഴിഞ്ഞ് വിയ്യൂർ സെൻട്രൽ ജയിലും അതുപോലെ തന്നെ വിയ്യൂർ അതിസുരക്ഷാ ജയിലിനും മുമ്പായ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ഒരാൾ കടക്കണമെങ്കിൽ പോലും അവിടേക്ക് അത് അത്രത്തോളം സെക്യൂരിറ്റി ജീവനക്കാരുടെ ഒരു അനുമതിയോട് കൂടിയൊക്കെ തന്നെ വേണം. അവിടുത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ഏകാന്ത തടവാണ് ഈ ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കേണ്ടി വരിക. ഈ ഗോവിന്ദച്ചാമി കഴിയുന്ന ഈ സെല്ലിൽ അതിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുണ്ട്. അത് സദാസമയവും നിരീക്ഷിക്കുന്നതിന് വേണ്ടി ആളുകൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായാലും ഇനിയുള്ള സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കും.